ചില കുഞ്ഞൻ പുസ്തകങ്ങളുണ്ട്. അവയുടെ വലുപ്പം കൊണ്ട് നമ്മളെ വഴിതെറ്റിപ്പിക്കുന്നവ. പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ആഴവും സൗന്ദര്യവും നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് സമകാലിക ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ സറിൻ്റെ തമ്പലീന ദ കൾച്ചർ ആൻഡ് ടെക്നോളജി ഓഫ് മില്ലനിയൽസ് എന്ന ഈ പുസ്തകം. മിഷേൽ സർ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: Before teaching anything to anyone, we should at least know who our students are, who today is enrolling in our schools, colleges and universities. ആരെയെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ തുനിയുന്നതിന് മുമ്പ് നമ്മളവർ ആരാണെന്ന് പഠിക്കണം. ഇവിടെ സ്വന്തം പേരക്കിടാങ്ങളെയാണ് മിഷേൽ സർ തമ്പലീന എന്നും ടോം തമ്പ് എന്നൊക്കെ വിളിക്കുന്നത്. സ്വന്തം കൈവിരലുകൾ കൊണ്ട് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഈ തമ്പലീനമാർക്ക് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും എല്ലാം തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. അവരുടെ പിതാമഹന്മാർ ഒരുപക്ഷെ അവരുടെ ആദ്യകാലത്ത് കാമുകന്മാർ പരസ്പരവും ഭാര്യാഭർത്താക്കന്മാരുമൊക്കെ ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ കൊടുക്കുന്ന വാക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന 10 വർഷം കൂടെ ഉണ്ടാവും എന്നാണ്. കാരണം മനുഷ്യൻ്റെ ആയുസ് എന്നൊക്കെ 40-ലോ 50-ലോ ഒക്കെ ഒതുങ്ങുമായിരുന്നു. എന്നാൽ പുതിയ തലമുറ അല്ലെങ്കിൽ കാലം പുരോഗമിക്കും തോറും മനുഷ്യൻ്റെ ആയുസ് 80നോട് അടുക്കാൻ വേണ്ടി പോകുന്നു. ആയുസിൻ്റെ മാത്രം പ്രശ്നമല്ല, മനുഷ്യരുടെ ചിന്ത തന്നെ ആകെ മാറിയിരിക്കുന്നു. തികച്ചും നൊസ്റ്റാൾജിക് അല്ലാതെ പുതിയ ഇത്തരം ഡെവലപ്മെൻറ്റ്സിനെ, അതുപോലെ സാങ്കേതിക വിദ്യയും അത് മനുഷ്യൻ്റെ ഭാവുകത്വത്തിലുണ്ടാക്കിയ പരിണാമത്തെയൊക്കെ എങ്ങനെ സർഗാത്മകമായി സമീപിക്കാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഒരുപക്ഷെ മിഷേൽ സറിൻ്റെ തമ്പലീന എന്ന ഈ കുഞ്ഞ് പുസ്തകം. ഒരുപക്ഷെ അതിലും കുറഞ്ഞ വലിപ്പമുള്ള മറ്റൊരു പുസ്തകമാണ് ഴാൻ ബോദ്രിയാറിൻ്റെ വൈ ഹാസൻറ്റ് എവരിത്തിങ് ഓൾറെഡി ഡിസപ്പിയർഡ് എന്ന ഈ കുഞ്ഞു പുസ്തകം. ബോദ്രിയാർ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു കവിതയിലാണ്. When I speak of time, it is not yet. When I speak of place, it has disappeared. When I speak of man, he has already dead. When I speak of time, it already is no more. ഞാൻ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി എത്തിയിട്ടില്ല. മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അവൻ മരണപ്പെട്ടിരിക്കുന്നു. പ്രദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വൈ ഹാസൻറ്റ് എവരിത്തിങ് ഓൾറെഡി ഡിസപ്പിയേർഡ് എന്ന പുസ്തകം വായിച്ച് തുടങ്ങുന്നത്. വീണ്ടും പറയുന്നു, ബൈ ദെയർ എക്സെപ്ഷണൽ ഫാക്കൽറ്റി ഫോർ നോളജ്, ഹ്യൂമൻ ബീയിങ്സ് വൈൽ ഗിവിംഗ് മീനിങ്, വാല്യൂ and reality to the world at the same time begin a process of dissolution. മനുഷ്യ വംശം തന്നെ ഈ പറയുന്ന അർത്ഥവും മൂല്യങ്ങളുമൊക്കെ കണ്ടെത്തുന്നത് തന്നെ ഒരു ഡിസൊല്യൂഷൻ്റെ വക്കിൽ നിന്നാണ്. എല്ലാം അലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ ഉണ്ടായി വരുന്നതാണ്. എല്ലാം തീർന്നു പോകുമ്പോൾ ഉണ്ടായി വരുന്നതാണ് ഈ പറയുന്ന മൂല്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ. ഇവിടെ ബോദ്രിയാർ മറ്റൊരു ഉദാഹരണം പറയുന്നത് മാർക്സിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാർക്സ് ആയിരിക്കും ഒരുപക്ഷെ തൊഴിലാളി വർഗ സിദ്ധാന്തം അല്ലെങ്കിൽ വർഗസമരം ഒക്കെ മുന്നോട്ട് വെക്കുന്നതെങ്കിലും അത് കൺസെപ്ച്വലി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ അതിന് മുഴുവൻ ശക്തിയും ചോർന്നു പോയിട്ടുണ്ടാകും. മാർക്സ് തന്നെ പറയുന്നത് ഓർക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടായി വരുന്നത് തന്നെ ആർക്കൈവിലേക്കാണ്. തണുത്തുറഞ്ഞ് ആർക്കൈവിലേക്ക് തന്നെ ജനിച്ചു വീഴുന്ന പുതിയവയെക്കുറിച്ച് മാർക്സ് എവിടെയോ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇവിടെ ബോദ്രിയാർ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. ഞാൻ വായിക്കാം. ഫോർ എക്സാമ്പിൾ, ദ ക്ലാസ് സ്ട്രഗിൾ എക്സിസ്റ്റ് ഫ്രം ദ മൊമെൻറ്റ് മാർക്സ് നെയിംസ് ഇറ്റ്, ബട്ട് ഇൻ നോ ഡൗട്ട് എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റൻസിറ്റി ഓൺലി ബിഫോർ ബീയിങ് നെയിംഡ്. പേരിടുന്നതിന് മുമ്പാണ് അത് ഏറ്റവും സജീവമായി നിലനിൽക്കുന്നത് എന്ന് ബോദ്രിയാർ പറയുന്നു. അപ്പോൾ ഉണ്ടായി വരുന്നതിൻ്റെ വക്കിലുണ്ടാവുന്ന
ഇല്ലാണ്ടാവലിനെ കുറിച്ചിട്ടാണ്, അപ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചിട്ടാണ്, ആ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ബോധരിയാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രതിനിധാനവും ഭാഷയും സങ്കല്പങ്ങളും ഒക്കെ ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ആ നിമിഷം അതിൻ്റെ ശക്തി പൂർണ്ണമായി ചോർന്നു പോകുന്നു. അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയെക്കുറിച്ച് പോലും ആയിരിക്കും ഒരുപക്ഷെ, അത് ദുരവസ്ഥയാണോ എന്നറിയില്ല, ബോധരിയ സൂചിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു ഉദാഹരണം പറയുന്നു. നമ്മളിന്ന് കുറച്ച് കാലങ്ങളായി ഗ്ലോബലൈസേഷനെ കുറിച്ചുള്ള നിലയ്ക്കാത്ത കോലാഹലങ്ങളാണ്. ബോധരിയ പറയുന്നു, ഇത്രമാത്രം ആളുകൾ ഇത് ആവർത്തിച്ചുരുവിടുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം ബഹളങ്ങളും കോലാഹലങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഗ്ലോബലൈസേഷൻ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ഉച്ചസ്ഥായി എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ പിന്നിട്ടിട്ടുണ്ടാകും. അപ്പോൾ ബോധരിയ വീണ്ടും സൂചിപ്പിക്കുന്നത് മെറ്റീരിയലിസത്തിൻ്റെയൊക്കെ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ തന്നെ ഇല്ലായ്മയെ, എ വേൾഡ് വിതൗട്ട് അസ് എന്ന് പറയുന്നത് ഭാവന ചെയ്യുന്ന ഇടത്താണ്. ഉദാഹരണമായി ഇതിൽ മനോഹരമായി വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂയിസ് കരോളിൻ്റെ ചെഷയർ കാറ്റിനെ കുറിച്ച് പറയുന്നു. ആ ചിരി മാത്രം, ആ വക്രിച്ച ചിരി മാത്രം അവിടെ ബാക്കിയാവുകയും ആ പൂച്ച തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമയത്തെക്കുറിച്ചിട്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം ബാക്കിയാവുകയും ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് മാത്രം ബാക്കിയാവുകയും ദൈവം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കാലത്തെക്കുറിച്ച്. ഒന്നുകൂടെ നീട്ടി പറഞ്ഞാൽ, എഴുത്തുകാരൻ്റെ എഴുത്ത് മാത്രം ബാക്കിയാവുകയും എഴുത്തുകാരൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ച്. ഒരുപക്ഷെ ഇത് തീർത്തും ഭീതിതരം തന്നെയാണ്. ആ ചെഷയർ കാറ്റിൻ്റെ ആ ചിരി പോലും നമ്മളെ ഭയപ്പെടുത്തിയേക്കാം, ഒരു പ്രേതകഥ പോലെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിൻ്റെ പിറകിലുള്ള ആ സാന്നിധ്യം പോലും അപ്രത്യക്ഷമാകുമ്പോൾ അതെത്രമാത്രം ഭീതികരമായിരിക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി മാത്രം ഇവിടെ ബാക്കിയാവുകയും ദൈവം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഇത് മറ്റൊരു ഭാവനയിലേക്കാണ് പുതിയ കാലം നടന്നു പോകുന്നത്. അതായത് നമ്മളില്ലാത്ത ലോകത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഭാവന ചെയ്യുന്ന ഒന്നിനെക്കുറിച്ച്. ഒരുപക്ഷെ ഒറ്റ വായനയിൽ, ഒറ്റ ഇരിപ്പിൽ എന്നൊക്കെ നമുക്ക് വായിച്ച് തീർക്കാൻ കഴിയുമായിരിക്കും ഈ പുസ്തകം. പക്ഷേ മനോഹരമായ ലേഔട്ടുള്ള ഈ പുസ്തകം പക്ഷേ നമ്മുടെ ഉള്ളിൽ എത്രയോ ദീർഘകാലം തങ്ങി നിൽക്കുന്ന ഒരേ സമയം തന്നെ തത്വചിന്താപരവും കാവ്യാത്മകവുമായ ഒരനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തൊട്ടു നേരത്തെ ഞാൻ പറഞ്ഞു, കുഞ്ഞൻ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും അവസാനം ബോധരിയ അവസാനിപ്പിച്ച ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പ്രതിനിധാനം എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത്, സങ്കല്പം എന്ന് പറയുന്നത്, അത് എന്തിന് അസാധ്യമാണ്, സങ്കല്പനങ്ങൾക്ക് എന്ത് അസാധ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച്, സങ്കല്പനങ്ങളിൽ ശക്തി ചോർന്നു പോകുന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ച മറ്റൊരു ചിന്തകൻ്റെ പുസ്തകം ആൻ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സ്, വില്യം ഹെൻറി ബക്സിൻ്റെ പുസ്തകമാണ്. ഞാൻ എന്തുകൊണ്ട് ഒരുപക്ഷെ വലുപ്പം മാത്രമായിരിക്കുമോ ഞാൻ ഈ 3 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്കറിയില്ല. പലപ്പോഴും ഒറ്റ വായനയിൽ 1-2 ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇവയൊക്കെ അർത്ഥത്തിൻ്റെ മറ്റ് ആഴങ്ങളിലേക്ക് നമ്മളെ ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ബക്സിനെ ഞാൻ വായിച്ചു തുടങ്ങാൻ വേണ്ടി ബക്സിനെ വായിച്ചു തുടങ്ങുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സ് എന്ന പുസ്തകത്തിലൂടെയാണ്. അതിൽ പ്രധാനമായി ഇൻറ്റ്യൂഷൻ, ഉൾവെളിവ് എന്ന തൻ്റെ സങ്കല്പത്തെ, അന്തർദർശനം എന്ന തൻ്റെ സങ്കല്പത്തെ മനോഹരമായി ബക്സൻ വിവരിക്കുന്ന പുസ്തകമാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സ്. ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ സത്യശോധന എന്നൊക്കെ ഇവിടെ പറയുന്നത് നമുക്ക് സാധ്യമാവുന്നത് ഒന്നുകിൽ നിരുപാധികമായോ അല്ലെങ്കിൽ സ്വാഭാവികമായോ ആയിരിക്കും. അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ചുറ്റും നടന്ന് പല വീക്ഷണകോണുകളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് നമ്മൾ സ്വരൂപിക്കുന്ന അറിവുകളൊന്നും
ആ വസ്തുവിന് പകരം വെക്കാൻ വേണ്ടി പറ്റില്ല. അതിന് നമുക്ക് ഒരു ഇൻ്റലക്ച്വൽ സിമ്പതി ഉണ്ടാവണം, വൈജ്ഞാനികമായ അനുകമ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ചെരിവിറങ്ങുമ്പോൾ നമുക്ക് ആ തനി വസ്തുവിലേക്ക്, യഥാർത്ഥ വസ്തുവിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അതിനെയാണ് തീർത്തും ഇൻറ്റ്യൂട്ടീവായി, ഉൾവെളിവിനാൽ നമുക്ക് വസ്തുവിൽ പ്രവേശനം സാധ്യമാവുന്നതിനെ കുറിച്ചിട്ടാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സിൽ ബക്സൺ സൂചിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഒറ്റ വായനയിൽ തീരുമെന്ന് നമ്മൾ പ്രലോഭിപ്പിക്കുമ്പോഴും നമ്മെ ഒരുപാട് അപരിചിതമായ ഇടങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പുസ്തകങ്ങളാണ്. ഇത് തീർത്തും മനോഹരമായ അല്ലെങ്കിൽ ചിന്തോദ്ദീപകങ്ങളായ ഒരു വായന അനുഭവം നമുക്ക് നൽകാൻ ഇത്തരം പുസ്തകങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി.